بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഹജ്ജിൻ്റെയും ഉംറയുടെയും സിയാറത്തിൻ്റെയും ശ്രേഷ്ഠതകളും മഹത്വവും മക്കയുടെയും മദീനയുടെയും ചരിത്രവും ചെറിയ നിലക്ക് നാം ചർച്ച ചെയ്തു. എന്നാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് ബദർ. മദീനയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന ഒരു സ്ഥലം. ആ ബദറിൽ വെച്ചാണ് ഇതുപോലൊരു റമളാൻ 17-ന് 313ഓളം വരുന്ന മുസ്ലിമീങ്ങളും 950ഓളം വരുന്ന സർവായുധ സജ്ജരായ മുശ്രിക്കുകളും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ഇസ്ലാമിലെ പ്രഥമ യുദ്ധം. ബദർ യുദ്ധ പശ്ചാത്തലവും ബദർ യുദ്ധത്തിന്റെ ചരിത്രവും ഞാൻ വിശദീകരിക്കുന്നില്ല, അതിലേക്ക് കടക്കുന്നുമില്ല. കാരണം യുദ്ധചരിത്രം വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട സലാം അഹ്സനി ഉസ്താദ് ദിവസവും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഇൽമിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ബദർ യുദ്ധം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ബദരീങ്ങളുടെ മഹത്വവും അസ്മാഉൽ ബദറിന്റെയും ശ്രേഷ്ഠതയും നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. ബദർ യുദ്ധം വിശ്വാസികളായ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. കാരണം ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളികളും ആക്രമണങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല, ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ തന്നെ എല്ലാ പ്രവാചകന്മാരും നേരിടേണ്ടി വന്നതാണ് വലിയ ശത്രുക്കളുടെ ആക്രമണങ്ങളും എതിർപ്പുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖർയത്തിൻ അകാബിറ മുജ്രിമിഹാ. എല്ലാ പ്രവാചകന്മാർക്കും കൊലകൊമ്പന്മാരായ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ആ പ്രവാചകന്മാരുടെ ഈമാൻ എന്ന ആയുധം മുറുകെ പിടിച്ച് ആ പ്രവാചകന്മാർ മുന്നേറിയപ്പോൾ പ്രവാചകന്മാരുടെ മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങിയ ചരിത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ഫിർഔനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെതിരെ നമ്രൂദും, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർക്കെതിരെ, ഓരോ പ്രവാചകന്മാർക്കെതിരെ അക്കാലത്തെ ഏറ്റവും വലിയ പോക്കിരികൾ ശത്രുക്കളായി വന്നിട്ടുണ്ട്. പക്ഷേ ഈമാൻ എന്ന ആയുധം മുറുകെ പിടിച്ച ആ പ്രവാചകന്മാർ മുന്നേറിയപ്പോൾ എല്ലാ വമ്പന്മാരും അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ആ പരാജയത്തിന്റെ ആവർത്തനമായിരുന്നു ബദറിലും സംഭവിച്ചത്. കാരണം ബദറിൽ മുസ്ലിമീങ്ങൾ ശത്രുക്കളുടെ 1/3 ആയുധങ്ങളില്ല. എണ്ണപ്പെട്ട ആയുധങ്ങൾ, എണ്ണപ്പെട്ട കുതിരകൾ. എന്നാൽ അപ്പുറത്തോ മറുഭാഗത്ത് ശത്രുക്കൾ സർവായുധ സജ്ജരാണ്. എല്ലാ സെറ്റപ്പുകളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ എന്നിട്ടും മുസ്ലിമീങ്ങൾ വമ്പിച്ച വിജയം നേടിയത് ഈമാൻ എന്ന ഒരൊറ്റ പവർ കൊണ്ട് മാത്രമാണ്, അടിയുറച്ച ഈമാൻ. അപ്പോൾ ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഈമാനുണ്ടെങ്കിൽ, അടിയുറച്ച ഈമാനുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഇസ്ലാമിന് തന്നെയാണ് ഇവിടെ വിജയം. ഒരു ശത്രുക്കൾക്കും ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ബദരീങ്ങൾ വലിയ മഹാന്മാരാണ്. ഇസ്ലാമിൽ വലിയ സ്ഥാനമർഹിക്കുന്നവരാണ് ബദരീങ്ങൾ. കാരണം ലോകത്ത് തന്നെ ഏറ്റവും ഉത്തമ വിഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് സ്വഹാബികളെയാണ്. മുത്തുനബി പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമ നൂറ്റാണ്ട്. ഉത്തമ നൂറ്റാണ്ടുകാർ എന്ന ഈ പദവി അത് സ്വഹാബത്തിന് മാത്രം സ്വന്തമായതാണ്. ലോകത്തിന് ഒരാളും ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിനെ ഇബാദത്തിലായി മാത്രം കഴിഞ്ഞുകൂടിയാലും
ഈ ഒരു സ്ഥാനം എത്തിക്കാൻ കഴിയില്ല. അത്രക്കും വലിയൊരു സ്ഥാനമാണ് മുത്തനബിയോടുള്ള ചെറിയൊരു സുഹബത്ത് കൊണ്ട് സ്വഹാബികൾ നേടിയെടുത്തത്. മാത്രമല്ല, ഈ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ കുറിച്ച് പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു അവർ തൊട്ട് തൃപ്തിപ്പെട്ടവരാണ്. ഈ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ വിഭാഗമാണ് ബദരീങ്ങൾ. ഏറ്റവും ഉത്തമരെന്ന് മുത്തുനബി പരിചയപ്പെടുത്തിയ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പവറുള്ളവരാണ് ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളുടെ പദവി എന്താ? നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയാ നിങ്ങളുടെ ബദരിൽ പങ്കെടുത്ത സ്വഹാബികളെ കാണാറ്? ഖാൽ, അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ വിഭാഗമാണ്, ഏറ്റവും ഉത്തമരാണ് ബദരീങ്ങൾ. ഫഖാൽ, അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞത്രേ, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, അതുപോലെ തന്നെയാണ് മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനവും. അഥവാ മുസ്ലിമീങ്ങളിൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബദരീങ്ങൾക്ക് ഉള്ള സ്ഥാനം പോലെയാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കുള്ള സ്ഥാനം. കാരണം ബദർ യുദ്ധത്തിൽ മലക്കുകളും ഒന്ന് പങ്കെടുത്തിട്ടുണ്ടല്ലോ, ചരിത്രം വിശാലമാണ്, നമുക്കറിയാവുന്നതാണ്. ബദറിൽ പങ്കെടുത്ത ഒരാളും നരകത്തിൽ കടക്കുകയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൻ യദ്ഖുലൻ നാറ റജുലുൻ ശഹിദ ബദറ, ബദറിൽ പങ്കെടുത്ത ഒരാളും നരകത്തിൽ കടക്കുകയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. സൂറത്തുൽ മുജാദലയിലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മുഫസ്സിരീങ്ങൾ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ, വളരെ ഒടുങ്ങിയ സദസ്സാണ്, വളരെ ഇടുങ്ങിയ സദസ്സാണ്. സദസ്സിൽ ഇനി ഒരാൾ വന്നാലിരിക്കാൻ സ്ഥലമില്ല, അത്രയും ഇടുങ്ങിയിട്ടാണ് സ്വഹാബത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോഴാണ് ബദരീങ്ങളിൽപ്പെട്ട കുറച്ചു സ്വഹാബികൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത്. അവര് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് സദസ്സിനോട് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം എന്ന് സദസ്സിലുള്ള എല്ലാവരും സലാം അടക്കി. പക്ഷേ അവിടെ ഇനി ഇരിക്കാൻ സ്ഥലമില്ല, ബദരീങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ബദരീങ്ങൾ നിന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുത്തുനബിക്ക് വലിയ പ്രയാസമായി ബദരീങ്ങൾ നിൽക്കുന്നത് കാണുമ്പോ, فقال لمن حوله من المهاجرين والأنصار من غير أهل بدر قم يا فلان وأنت يا فلان. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളല്ലാത്ത കുറച്ചു സ്വഹാബികൾ സദസ്സിലുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് അവിടെ ബദരീങ്ങളായ സ്വഹാബികളെ പിടിച്ചിരുത്തി. അപ്പോൾ സ്വാഭാവികമായും സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും, ചെറിയൊരു നീരസം ഉണ്ടാവും. സ്വഹാബികൾ ഇങ്ങനെ ചെറിയൊരു നീരസത്തോടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റപ്പോ അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത് എന്ന് തഫ്സീറുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ബഹുമാനം കൊടുത്തവരാണ്. അതെ, അതുപോലെ മറ്റൊരു ചരിത്രം കാണാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുബൈർ ഇബ്നുൽ അവ്വാം വഅബാ മർസദുൽ ഗനവി. എന്നെയും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും അബൂ മർസദുൽ ഗനവി റളിയല്ലാഹു അൻഹുവിനെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻദലികൂ ഹത്താ തഅതു റൗളത ഖാഹ്. അതേ, നിങ്ങൾ ഖാഹ് തോട്ടം വരെ ഒന്ന് പോകണം. മദീനയിലെ ഒരു പ്രശസ്തമായ തോട്ടമാണ് ഖാഹ് തോട്ടം. ആ ഖാഹ് തോട്ടത്തിന്റെ സമീപത്ത് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീയുണ്ട്. വമഅഹാ കിതാബുൻ, അവളുടെ കൂടെ ഒരു എഴുത്തുണ്ട്, ഒരു ലെറ്റർ ഉണ്ട്. ഫഖുദൂഹു മിൻഹാ, അത് അവളിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വാങ്ങി കൊണ്ടുവരണം.
ഇതാരെഴുതിയ കത്താണ് മുത്തനബിക്കറിയാ. സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ മദീനയിലെ നീക്കങ്ങളെ കുറിച്ച് മക്കയിലെ ശത്രുക്കളെ അറിയിക്കാൻ വേണ്ടി മക്കയിലെ ശത്രുക്കൾക്ക്, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് എഴുതിയ കത്താണ്. മുത്തനബിക്ക് അതറിയാം. അങ്ങനെ റസൂലുള്ള അത് അറിഞ്ഞതാണ്. റസൂലുള്ള ഈ 3 സ്വഹാബത്തിനെ ഹാഹ് തോട്ടത്തിന്റെ അരികിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ അവര് ഹാഹ് തോട്ടത്തിന്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആ സ്ത്രീയെ കണ്ട് മുത്തനബി പറഞ്ഞതുപോലെ, എന്നിട്ട് അവരാ സ്ത്രീയോട് പറഞ്ഞു, അഖ്രിജിൽ കിതാബ്, പെണ്ണെ നിന്റെ കയ്യിലുള്ള എഴുത്ത് നീ എടുത്തോ. ഫഖാലത്ത്, അപ്പോൾ അവള് പറഞ്ഞു, മാ മഈ മിൻ കിതാബ്, എന്ത് എഴുത്ത്, എന്റെ കൂടെ എന്റെ അടുത്തൊരു എഴുത്തുമില്ല. ഫഖുൽന, അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പാണ് മുത്തനബി പറഞ്ഞാൽ അത് സത്യമാകാതിരിക്കില്ല, ഇവള് കളവ് പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലതുഖ്രിജിന്നിൽ കിതാബ് ഔ ലനൽഖിയന്ന സിയാബ്, മര്യാദക്ക് എഴുത്തെടുത്തോ അല്ലെങ്കിൽ നിന്റെ വസ്ത്രം മൂടി ഞങ്ങൾ ആ എഴുത്തെടുക്കുമെന്ന് പറഞ്ഞപ്പോ അവൾ ഫഅഖ്റജതുഹു മിൻ ഉഖാസിഹാ, അപ്പോൾ അവൾ പേടിച്ചവളുടെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ എടുത്തു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞങ്ങൾ മുത്തനബിയുടെ ഹദറത്തിലേക്ക് എത്തി, ആ എഴുത്തുമായി റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് എത്തി. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാത്തിബ് ഇബ്നു ബൽതഅ റളിയല്ലാഹു അൻഹു ഇവരോട് ചോദിച്ചു, യാ ഹാത്തിബ് മാ ഹാദാ, ഹാത്തിബ് തങ്ങളെ എന്താ ഈ എഴുത്ത്, ഇതെഴുതാൻ നമ്മുടെ മദീനയിലെ നീക്കങ്ങളെ, മക്കയിലെ ശത്രുക്കളെ അറിയിച്ചുകൊണ്ട് കത്തെഴുതാൻ നിങ്ങളെ എന്ത് കാര്യമാണ് പ്രേരിപ്പിച്ചത്, നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അപ്പോൾ മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ലാ തഅജൽ അലയ്യ ഇന്നി കുൻതു ഇംറഅൻ മുൽസഖൻ ഫീ ഖുറൈശിൻ വലം അകും മിൻ അൻഫുസിഹാ വകാന മൻ മഅക മിനൽ മുഹാജിരീൻ ലഹും ഖറാബാതുൻ ബിമക്കത യഹ്മൂന بها أهليهم وأموالهم فأحببت إذ فاتني ذلك من النسب فيهم أن أتخذ عندهم يدا يحمون بها قرابتي وما قصدت كفرا. ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, ഞാൻ മുസ്ലിമായ ഒരു മനുഷ്യനാണ്, തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല. ജനങ്ങളുടെ അടുക്കൽ, മക്കയിലെ ജനങ്ങളുടെ അടുക്കൽ ഒരു സ്വാധീനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മുഖേന എൻ്റെ കുടുംബത്തിനും എൻ്റെ സമ്പത്തിനും ഒരു സംരക്ഷണം ലഭിക്കാനാണ്. കാരണം തങ്ങളുടെ കൂടെ മക്കയിൽ നിന്ന് വന്ന മുഹാജിരീങ്ങൾക്കൊക്കെ മക്കയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്, മക്കയിൽ ഒരുപാട് സ്വത്തുകളുണ്ട്. നിങ്ങളുടെ മുഹാജിരീങ്ങളുടെ മക്കയിലുള്ള കുടുംബക്കാർ നിങ്ങളുടെ കൂടെ വന്ന മുഹാജിരീങ്ങളുടെ സ്വത്തൊക്കെ സംരക്ഷിക്കും. പക്ഷേ എനിക്ക് അവിടെ അഹ്ലുകാരില്ല. എനിക്ക് അവരുടെ അടുത്തൊരു സ്വാധീനമുണ്ടായാൽ എൻ്റെ സമ്പത്തിന്, എൻ്റെ അഹ്ലിന്, എൻ്റെ കുടുംബക്കാർക്കൊരു സംരക്ഷണം ലഭിക്കാനാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വദഖക്കും, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടെഴുന്നേറ്റു, യാ റസൂലല്ലാഹ് ദഅനി അദ്രിബ് ഉനക ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിന്റെ, നമ്മളെ വഞ്ചിച്ച ഈ മുനാഫിഖിന്റെ പെരടി ഞാൻ വെട്ടട്ടെയോ നബിയെ, ഇവനെ ഞാൻ കൊല്ലട്ടെയോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. ബദ്രീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ മുത്തുനബി പറഞ്ഞു, ഇന്നഹു ഖദ് ശഹിദ ബദറ വമാ യുദ്രീക ലഅല്ലല്ലാഹു അൻ യകൂന قد اطلع على أهل بدر فقال اعملوا ما شئتم فقد غفرت لكم. ഉമറേ, നിനക്കറിയില്ലേ, ഇദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം കൊടുത്തവരാണ് ബദരീങ്ങൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായി എന്ന് കിതാബുകളിൽ കാണാം. അപ്പോൾ ബദരീങ്ങൾക്ക് വലിയ സ്ഥാനമാണ് അല്ലാഹുവും അവന്റെ റസൂലും കൊടുത്തത്. സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനത്താണ് ബദരീങ്ങളുള്ളത്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. റബീഅ ബിൻത് ബറാ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഒരു ദിവസം ഹാരിസ് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ റബീഅ ബിൻത് ബറാ
റളിയല്ലാഹു അൻഹ ഒരു ദിവസം മുത്തുനബിയുടെ ഹളറത്തിലേക്ക് വരികയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര വന്നുകൊണ്ട് ചോദിച്ചു, യാ നബിയല്ലാഹ് അലാ തുഹദ്ദിസ്നി അൻ ഹാരിസ, എന്താണ് ഹാരിസയുടെ വർത്തമാനം? ബദറിൽ മരണപ്പെട്ട ആളാ. കാന ഖുതില യൗമ ബദരിൻ അസ്വാബഹു സഹമുൻ ഗർബുൻ, എന്റെ മോനെ ഹാരിസ ഒരമ്പേറ്റുകൊണ്ട് ബദറിൽ മരണപ്പെട്ടിരുന്നു. എന്താണ് അവന്റെ ഇപ്പോഴുള്ള വർത്തമാനം? എന്താ? ഫഇൻ കാന ഫിൽ ജന്നത്തി സബർതു, സ്വർഗ്ഗത്തിലാണെങ്കിൽ എനിക്കൊരു വിഷമമല്ല, ഞാൻ ക്ഷമിക്കാം. വഇൻ കാന ഗൈറ ദാലിക ഇജ്തഹത്തു അലൈഹി ഫിൽ ബുകാ, സ്വർഗത്തിലല്ല എങ്കിൽ ഞാൻ ശക്തമായി കരയും നബിയെ. ഖാൽ, അപ്പൊ മുത്തുനബി പറഞ്ഞു, യാ ഉമ്മ ഹാരിസ ഇന്നഹാ ജിനാനുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരുപാട് സ്വർഗങ്ങളുണ്ട്. വഇന്ന ബനക അസ്വാബൽ ഫിർദൗസൽ അലാ, നിങ്ങളുടെ മോന് ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലെ രാജകീയ പദവിയായ ഫിർദൗസുൽ അലയിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മക്ക് സന്തോഷമായി. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ളവരാണ് ബദരീങ്ങൾ. അതുപോലെ ബദരീങ്ങളുടെ നാമം പറയുന്നതിനും അവരുടെ മദ്ഹ് പറഞ്ഞ് മൗലിദ് ഓതുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഒരു പഴയ തലമുറ എടുത്തു പരിശോധിച്ചാൽ അവരൊക്കെ ബദർ മൗലിദ് മനപ്പാടമുള്ള അസ്മാഉൽ ബദർ കാണാതെ പഠിച്ചൊരു വിഭാഗമായിരുന്നു. കാരണം അവർക്ക് എന്തു പ്രശ്നം വരുമ്പോഴും എന്തു പ്രതിസന്ധികൾ വരുമ്പോഴും വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവർ പരിഹാരമായി കണ്ടിരുന്നത് ബദരീങ്ങളെ ആയിരുന്നു. അസ്മാഉൽ ബദർ ചൊല്ലി അത് സൂക്ഷിച്ചു വെച്ചതിന് കിട്ടിയ ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബദരീങ്ങളുടെ മദ്ഹ് പറയൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രേരിപ്പിച്ച കാര്യമാണ്. മഹദിയായ റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വിവാഹ സുദിനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് മുത്തുനബി ഒരു വിരിപ്പിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോഴോ മുത്തുനബി വന്നപ്പോ കുറെ ചെറിയ ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ബദറിൽ പങ്കെടുത്ത ബദറിൽ ഷഹീദായ സ്വഹാബികളുടെ മദ്ഹ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ അതിൽപ്പെട്ട ചെറിയൊരു മോള് പറയാൻ തുടങ്ങി, وفينا نبي يعلم ما في غادي. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ തുടങ്ങി. ബദരീങ്ങളുടെ മദ്ഹ് അവസാനിപ്പിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ തുടങ്ങി. ഞങ്ങളിലുള്ള പ്രവാചകൻ ഭാവി കാര്യങ്ങൾ അറിയുന്ന പ്രവാചകനാണ് ഞങ്ങളുടെ പ്രവാചകൻ. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മോളോട് പറഞ്ഞു, ലാ തഖൂലി ഹകദാ വഖൂലി മാ കുന്തി തഖൂലീൻ, അങ്ങനെ പറയല്ലേ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ബദരീങ്ങളുടെ മദ്ഹ് തന്നെ പറഞ്ഞോളൂ, ബദറിൽ ഷഹീദായ സ്വഹാബികളുടെ മദ്ഹ് തന്നെ പറഞ്ഞോളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളുടെ മദ്ഹ് പറയാൻ പ്രോത്സാഹനം നൽകി. ബദരീങ്ങളുടെ പേര് പറഞ്ഞു ദുആ ചെയ്താൽ അതിന് വലിയ ഇജാബത്താണ്. മഹാന്മാര് പഠിപ്പിച്ചു. സൂറത്തുൽ ഹലബിയയിൽ കാണാം, വദക്കറ ദവാനി അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസ് അന്ന ദുആ ഇൻദ ദിക്രിഹിം മുസ്തജാബുൻ വഖദ് ജുർരിബ ദാലിക. ഇമാം ദവ്വാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ അതിന് വലിയ ഇജാബത്താണ്. അത് ഞങ്ങൾ പരിശോധിച്ചറിഞ്ഞ കാര്യമാണ്, പല തവണ ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ്. ബദരീങ്ങളുടെ പേര് കൊണ്ട് രോഗശമനം ലഭിക്കും. അൽ നഫ്ഹത്തുൽ മിസ്കിയ ഫിൽ ലിഹ്ലത്തിൽ മക്കിയ, ഹിജ്റ 1174 വഫാത്തായ ശൈഖ് അബ്ദുല്ലാഹി ഇബ്നു ഹസനിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എഴുതിയ ഗ്രന്ഥമാണ്. അവരവരുടെ കിതാബിൽ പറയുന്നു, വഖാല ബഅദുൽ ആരിഫീൻ മാ ജഅൽതു യദി അലാ റഅസി മരീലിൻ വതലൗതു അസ്മാഅഹും ബിനിയ്യത്തിൻ ഖാലിസ ഇല്ലാ ശഫാഹുല്ലാഹു തആല. ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് അയാളുടെ തലയിൽ കൈവച്ച് വളരെ ആത്മാർത്ഥമായി അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗിക്ക് ശിഫാ നൽകിയിട്ടുണ്ട്. തീർച്ചയാണ്, അത് ഞങ്ങളുടെ അനുഭവമാണെന്ന് ആരിഫീങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വഖാല ബഅദുൽ ഉലമാഇ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ജറബതു അസ്മാഅഹും ഫിൽ ഉമൂരിൽ മുഹിമ്മ തിലാവതൻ വ കിതാബ ഫമാ റഅയ്തു അസ്റഅ മിൻഹാ ഇജാബ. ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഫതഹ് ലഭിക്കാൻ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടും എഴുതിയിട്ടൊക്കെ ഒരുപാട് തവണ പരിശോധിച്ചിട്ടുണ്ട്. അസ്മാഉൽ ബദറിനേക്കാൾ
പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുന്ന മറ്റൊരു മാർഗവും ഞങ്ങൾക്കറിയില്ല. അതാണ് അസ്മാഉൽ ബദറാണ് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ ഞങ്ങൾ കണ്ടിരുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. സൈനുൽ ആബിദീനിൽ ബർസഞ്ചി തങ്ങള് തന്റെ അൽ ബദരിയത്തുൽ ഹംസിയയിൽ അസ്മാഉൽ ബദറിന്റെ മഹത്വം പറഞ്ഞില്ലേ, ലിയകൂന ഫീ ഹിഫ്ളിൽ ഇലാഹി വഹിർസിഹി മിൻ കുല്ലി മാ യുഖ്ശാ മിനൽ ഈദാഇ. ബദരീങ്ങളുടെ പേര് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകും. അവൻ ഭയപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല അവന് കാവൽ നൽകും. നഫ്ഹത്തുൽ മിസ്കിയിൽ തന്നെ ഒരു സംഭവം കാണാം. അതേ കുറച്ചാളുകൾ, ഒരു കപ്പൽ യാത്രക്കാരൻ പറയുകയാണ്, ഞങ്ങളതാ സിബുത്ത എന്ന് പറയുന്ന നഗരത്തിലേക്ക് ഒരു വലിയ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കപ്പലിൽ നിറയെ ആളുകളുണ്ട്. പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വന്നു. കടലൊന്നാകെ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങി. യാത്രക്കാർ മുഴുവനും മരണത്തെ മുഖാമുഖം കണ്ട് നിലവിളിച്ചു. മുങ്ങി മരിക്കാമെന്നു അവർ ഉറപ്പിച്ചു. അപ്പോൾ ഫഖാല ബഅദു അസ്ഹാബി, എന്റെ ചില കൂട്ടുകാരെന്നോട് പറഞ്ഞു, ഇന്ന ഫിസ്സഫീനത റജുലൻ മജ്സൂബ ഫഹൽ ലക അൻ തദ്ഹബ ഇലൈഹി വതസ്അലുഹു ദുആ. എന്റെ ചില കൂട്ടുകാരനോട് പറഞ്ഞു, നമ്മുടെ കപ്പലിൽ നിറയെ യാത്രക്കാരുണ്ട്. നമ്മുടെ കപ്പലിൽ ഒരു മജ്സൂബായ മനുഷ്യനുണ്ടായിരുന്നു. നമുക്ക് അയാളോട് പോയി ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞാലോ? നമ്മ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പക്ഷേ അയാൾക്ക് കഴിഞ്ഞേക്കാം. അങ്ങനെ ഞാൻ അയാളുടെ അടുത്തേക്ക് ഓടി ചെന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ അവിടെ കടന്നുറങ്ങുന്നുണ്ട്. ഫഖുൽതു ഫീ നഫ്സി ഇലാ ഹാദാ അർസിലൂനി ലൗ കാന ലി ഹാദൽ മിസ്കീന യഖുലുൽ മാ നാമ വ നഹ്നു ഫീ ഹാദിഹിൽ ഹാല. അപ്പോൾ ഞാൻ ഇയാൾ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇതെന്തു ഭ്രാന്തനാണ്, ഇയാളിലേക്കാണോ ദുആ ചെയ്യാൻ വേണ്ടി എന്നെ ഇവരയച്ചത്? ഇയാൾ എല്ലാവരും ആർത്തട്ടഹസിച്ച് നിലവിളിക്കുമ്പോൾ, മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ ഇയാൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? ഇയാൾ ഭ്രാന്തനാണോ? ഏതായാലും അവർ പറഞ്ഞതല്ലേ എന്ന നിലക്ക് ഞാൻ എൻ്റെ കാല് കൊണ്ട് അയാൾ ഒരു തട്ട് കൊടുത്തു. فأفاق وهو يدعو ويقول بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് അയാൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റു. എന്നിട്ടോ അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് അമാ തറാ മാ നഹ്നു ഫീഹി, നിങ്ങൾ എന്താ കടന്നുറങ്ങുന്നത്? നമ്മൾ പെട്ട വലിയ പ്രശ്നം നിങ്ങൾ കാണുന്നില്ലേ? കടലൊന്നാകെ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. അതേ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ഫസക്കത വലം യുജിബിനി, അയാൾ മുണ്ടാതിരിക്കുകയാണ്. ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി നൽകില്ല. വകല്ലം തുഹൂസാനിയ, രണ്ടാമത് ഞാൻ അയാളോട് പറഞ്ഞു, കുറച്ചുകൂടെ ഓർക്കണ പറഞ്ഞു. ഫഖാൽ, അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അയാൾ ഒരു കടലാസൊന്നുണ്ട് എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കപ്പലിന്റെ മുൻഭാഗത്ത് കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ഞാനത് അയാൾ പറഞ്ഞതുപോലെ കപ്പലിന്റെ മുൻഭാഗത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ അത്ഭുതകരമായി ഞങ്ങളുടെ കപ്പൽ കപ്പിത്താന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അതൊരു കരയിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്നേ രാത്രി കടലിലെ ശക്തമായ കാറ്റിലും കോളിലും തിരമായിലും പെട്ട് ഒരുപാട് കപ്പലുകൾ തകർന്നിരുന്നു. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങൾ ഒരു കരയിലേക്ക് അന്ന് രാത്രി കപ്പലടുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ശാന്തമായ കടലിലൂടെ ഞങ്ങൾ പിന്നെയും യാത്ര പുറപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, വല്ലദീ കാന മക്തൂബൻ ഫീ തിൽകൽ വറഖത്തി അസ്മാഉ അഹ്ലി ബദർ റളിയല്ലാഹു അൻഹും, അദ്ദേഹം തന്ന ആ കടലാസിലുണ്ടായിരുന്നത് ബദരീങ്ങളുടെ പേരായിരുന്നു. അപ്പോൾ ബദരീങ്ങൾ വലിയ മഹത്വമുള്ളവരാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫസുർനാ നതുലു ഫീ അസ്മാഇഹിം സാലിമീൻ, അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തുന്നത് വരെ ഈ അസ്മാഉൽ ബദറിന്റെ മഹത്വം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ വളരെ സുരക്ഷിതമായി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അസ്മാഉൽ ബദർ സംരക്ഷണം നൽകും പ്രിയപ്പെട്ടവരെ. പിന്നെ ഇമാം നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു തന്റെ
ബദരിയത്തുൽ ഹംസിയയിൽ പറയുന്നു ഐലം വയഅമനു മിൻ ഖൗനിൻ സാരിഖി വമിനർ വദാബിറുദമി ഔ ബിലദായി. കള്ളന്മാരിൽ നിന്ന് വഞ്ചകന്മാരിൽ നിന്ന് അസ്മാഉൽ ബദർ സംരക്ഷണം നൽകും. തീപിടുത്തത്തിൽ നിന്ന് വലിയ ദുരന്തങ്ങളിൽ നിന്ന് അസ്മാഉൽ ബദറിന് സംരക്ഷണം നൽകാൻ കഴിയും. കള്ളന്മാരിൽ നിന്ന് അസ്മാഉൽ ബദർ സംരക്ഷണം നൽകിയ ഒരു ചരിത്രം ബദർ മൗലിദിൽ കാണാം. അതുപോലെ അന്നഫ്ഖത്തുൽ മിസ്കിയയിലും ഈ സംഭവം തന്നെ കാണാം. ഒരാൾ ഹജ്ജിന് പോവുകയാണ്. പോകുമ്പോൾ ബദരീങ്ങളുടെ പേര് ഒരു കടലാസിൽ എഴുതി വീടിന്റെ വാതിലിന്റെ മച്ചിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇയാള് ഭയങ്കര സമ്പന്നനാണ്. ഇയാള് പോയ തക്കം നോക്കി നാട്ടിലെ കുറച്ച് കള്ളന്മാര് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഫലമ്മാ സഇദു സത്ഹ സമിഉ ഹദീസൻ വകഅഅത സിലാഹ്. അവർ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി വീട്ടിന്റെ പടി ഇങ്ങനെ കയറുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചാളുകളുടെ സംസാരം, കുറച്ച് ആയുധങ്ങളൊക്കെ കൂട്ടിമുട്ടുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അവർ പേടിച്ച് പിന്മാറിപ്പോയി. 2-ാം ദിവസവും 3-ാം ദിവസവും അവർ വന്നപ്പോ ഇതേപോലെ അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അപ്പോൾ അവർക്ക് വലിയ അത്ഭുതമായി, കള്ളന്മാർക്ക് വലിയ അത്ഭുതമായി. അങ്ങനെ ആ വീട്ടുകാരൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കള്ളന്മാരുടെ തലവൻ പോയിട്ട് ആ വീട്ടുകാരനോട് ചോദിക്കുകയാണ്, സഅൽതുക ബില്ലാഹി അൻ തുഖ്ബിറനി മാ സനഅത ഫീ ബൈതിക മിന തഹഫുളാത്ത്. നിങ്ങൾ അല്ലാഹുവിനെ വിചാരിച്ച് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ എന്ത് പ്രൊട്ടക്ഷനാണ്, എന്ത് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടാണ്, നിങ്ങളുടെ വീടിന് ഏർപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഹജ്ജിന് പോയിരുന്നത്? അപ്പോ മനുഷ്യൻ പറഞ്ഞു, മാ സനഅതു ശൈഅൻ ഗൈറ അന്നി കതബതു ഖൗലഹു തആല വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അളീം വകതബതു അസ്മാഅ അഹ്ലി ബദരിൻ ബിഅസ്രിഹിം വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അളീം എന്നും ബദരീങ്ങളുടെ പേരും ഒരു കടലാസിൽ എഴുതി എന്റെ വീടിന്റെ മച്ചിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. ഫഹാദാ മാ ജഅൽതു ഫീ ദാരി, അത് മാത്രമാണ് എന്റെ വീട്ടിന് ഞാൻ വെച്ച കാവൽ. അപ്പൊ കള്ളൻ പറഞ്ഞു, കഫാനി ദാലിക്, അത് മതി. ബദരീങ്ങൾ അപ്പൊ കള്ളന്മാരിൽ നിന്ന് വലിയ സംരക്ഷണം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ അസ്മാഉൽ ബദർ നമ്മുടെ കൈ കൊണ്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ അസ്മാഉൽ ബദറിൽ ഒരു ചാർട്ടോ നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ വെച്ചാൽ വലിയ കാവൽ ലഭിക്കും തീർച്ചയാണ്. എന്നിട്ട് ഇമാം നഖ്ശബന്ദി തങ്ങൾ പിന്നെയും പറയുന്നുണ്ട്, അയ്ളം വയഉമനു മിൻ അദുവിൻ സ്വാഇലി വഇദാ സമാ ഫിൽ ഫുൽകി ശർറു വബാഇ. ഏത് വലിയ ശത്രുവിനെ തൊട്ടും അസ്മാഉൽ ബദർ അഭയം നൽകും. ഒരു ശത്രുവിനെയും അസ്മാഉൽ ബദർ ചെല്ലുന്നവന് പേടിക്കേണ്ടതില്ല. പകർച്ചവ്യാധികള്, കോളറ പോലത്തെ പകർച്ചവ്യാധികൾ വരുമ്പോ അസ്മാഉൽ ബദർ ചെല്ലുന്നവന്, ബദർ മൗലിദ് പതിവാക്കിയവന് അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് റമദാൻ 17 ബദരീങ്ങളെ സ്മരിക്കുന്ന ദിവസമാണ്. നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ചുരുങ്ങിയതൊരു ബദർ മൗലൂദെങ്കിലും ഓതാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നഖ്ശബന്ദി തങ്ങൾ പറയുകയാണ്, അയ്ളം വയദ്ഫറു മൻ തലാഹാ ബുക്റതൻ വഅശിയതൻ ബിഖബൂലി കുല്ലി ദുആഇ. അസ്മാഉൽ ബദർ ചെല്ലുന്നവന്റെ ശ്രേഷ്ഠതയാണ്. രാവിലെയും വൈകുന്നേരവും അസ്മാഉൽ ബദർ ചെല്ലുന്നവന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും അല്ലാഹു തആല ഇജാബത്ത് നൽകുന്നതാണ്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും അസ്മാഉൽ ബദർ ചെല്ലാൻ നാം ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ അത് വലിയ കാവലാണ്. ويفوز بالجاه العريض ورفعة عند الملوك وسائر الرؤساء. ഭരണാധികാരികളുടെ അടുത്ത്, നേതാക്കന്മാരുടെ അടുത്തൊക്കെ വലിയ സ്ഥാനം ലഭിക്കും. നമ്മളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഭരണാധികാരികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു അസ്മാഉൽ ബദർ ചൊല്ലിപ്പോയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. ഗർഭിണികളായ സ്ത്രീകൾ പ്രസവ സമയത്ത് പ്രയാസം അനുഭവപ്പെടുമ്പോൾ അസ്മാഉൽ ബദർ ചൊല്ലിയാൽ പ്രസവം എളുപ്പമാകും. ഗർഭിണികളൊക്കെ അസ്മാഉൽ ബദർ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവും ഇല്ലാതെ പ്രസവിക്കാം. وترى العجائب إذ أدمت تلاوة فيها مع الإصباح والإمساء. രാവിലെയും വൈകുന്നേരവും അസ്മാഉൽ ബദർ പതിവാക്കുന്നവനാണോ അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാം. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും അസ്മാഉൽ ബദർ പതിവാക്കിയവനാണോ, ബദർ മൗലിദ് ചെല്ലുന്നവനാണോ അവന് വലിയ സംരക്ഷണം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ
ദിവസവും അസ്മാഉൽ ബദർ പതിവാക്കുക. കഴിയുമെങ്കിൽ മാസത്തിൽ ഒരിക്കലോ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലൊരു ബദർ മൗലിദ് ഓതുക. ഇന്ന് റമദാൻ 17 നമ്മളൊക്കെ ബദർ മൗലിദ് ഓതാൻ ശ്രമിക്കണം. വലിയ സംരക്ഷണം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ കാവൽ നമുക്ക് നൽകുമാറാവട്ടെ. അർഹമർ റഹ്മാനായ അല്ലാഹുവേ, ആ ബദരീങ്ങൾ പടവെട്ടി രക്തസാക്ഷികളായതുപോലെ ബദരീങ്ങളുടെ ഉന്നത സ്ഥാനമൊന്നും ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയില്ല എങ്കിലും റബ്ബേ, നിന്റെ മഹവായ ഫള് കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. പരിശുദ്ധമായ റമദാനും വിശുദ്ധ ഖുർആനും അനുകൂല സാക്ഷിയാകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുഷ് നൽകണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. دعاء وصية. السلام عليكم ورحمة الله وبركاته.